കുറെ നാളുകൾക്ക് ശേഷമുള്ള ടിവിയുടെ ഒരു ടർഫാണ്. ആൻഡ് നമ്മൾ ഒത്തിരി നാളായി ടർഫ് കളിച്ചിട്ട്. ആൻഡ് അറ്റാക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അറിയാലോ. പ്രത്യേകിച്ച് ഇവിടെ ആൻഡ് ഈ ഒരു ടർഫിന് നമ്മൾ ഒരുപാടൊന്നും എഫേർട്ടൊന്നും ഇടാനും പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമൊന്നും ആരും ഓണപരിപാടി അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനും പറയാം, ഈ ഏരിയയിലോട്ടൊന്നും ആരും ഇല്ല കേട്ടോ. എനിക്ക് ടൈമർ കാണിക്കുന്നില്ലയോ? ഞാൻ പറയാം, ഇന്നത്തെ ഞാൻ ഇട്ടേക്കുന്ന ലൈനപ്പ്: ബ്രാവോ, വില്ലു, ആഷ്, ജൂഡ്, മോബി, മെസ്ബോയ്, നീലന്, സ്നൈപ്പ്, സാവേജ്, ഡോർക്കി, കുറുപ്പ്, ജുഗുറു. ഇതാണ് നമ്മുടെ ലൈനപ്പ്. എല്ലാവർക്കും വെൽക്കം വെൽക്കം. 43 മിനിറ്റ് 41 മിനിറ്റ് ക്വാളിറ്റി കൂട്ടിയിട്ട് ഫുൾ നോക്കാം. എനിക്കൊന്ന് ടി വി ഒരു പുള്ളിയുടെ ബോർഡ് എന്തോ അടിച്ചുമായിരിക്കും, അതിന്റെ തോന്നുന്നു. ഒരു ഹോട്ട് ഏരിയയിൽ കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. പുള്ളി തന്നെ പറഞ്ഞത് പുള്ളിക്ക് ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടെന്ന ലൈവിന്. ഞാൻ അതിന് മുമ്പ് ഒരാളുടെ ഇതൊക്കെ കാണിച്ചിട്ട് ചിലപ്പോ ഒരു അലിഗേഷൻ ഇതിലെ വലിഞ്ഞു കേറി ഇതിലെ വഴി ഉണ്ടല്ലോ. എലക്ഷൻ മൗസ് ഇല്ല. ചോദിച്ചേ അവന് ഇടുന്നില്ല. ഒരു അടുത്തൊരു 5-6 ടർഫിൽ ഇടുന്നില്ല അവന്. വളരെ മനോഹരമായ അല്ല, ബാക്കിയുള്ളവർ എവിടെയാണ്? എന്നാൽ ഒരു എം ഡി ഗാർഡൻ ഏരിയയിൽ എന്തുകൊണ്ട് ഇതുവരെ ഫോണിന് അവരാരും വന്നില്ല എന്നുള്ളതൊരു ചോദ്യമാണ്. അവർക്ക് അവിടെ ഇൻഫോ ഇല്ലല്ലോ ഡോക്ടറെ. അവർക്ക് ഇൻഫോ ഇല്ലല്ലോ. ടിവിക്ക് എങ്ങനെ ഇൻഫോ? ടിവിക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്റെ പൊന്ന് ഡോക്ടറെ? അവിടെ ആളില്ലെന്ന് നിങ്ങൾ സ്പെക്കിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. മണി ടർഫ് ബിൽഡിങ്ങിന്റെ അടുത്തായിട്ട് പുറകിൽ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. അവർ ഇൻഫോ എടുക്കാൻ നീലൻ ഫോണിന്റെ അടുത്ത് ഒരു സ്കൗട്ടിംഗ് മെക്കാനിക്സ് വഴി ഇൻഫോ എടുക്കുന്നതാണ്. രണ്ടാണോ മൂന്നാണോ? അവരിവിടെ തന്നെ അതല്ല എങ്ങനെ കേറ്റിയെന്ന് പറ്റുമോ? ഞാൻ ഒരാളുടെ ഐഡിയ ആണ്, ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഐഡിയ. ഇന്നലത്തെ പ്ലാനിന്റെ ഐഡിയ ആണ്. വെളുപ്പിന് 5:30-6 മണിക്ക് ഇരുന്ന് ഇതായിരുന്നു ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത്. ഇവിടെ നമ്മളൊക്കെ സ്നൈപ്പർ സാവേജ് ഇവിടെ പൊസിഷൻ പിടിച്ചു കഴിഞ്ഞു ഓൾറെഡി. എനിക്ക് തോന്നുന്നു വണ്ടിയും കൂടെ കയറ്റിക്കൊണ്ട് ഇവിടുന്ന് ഒരു കവർ അവര് ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ പെട്ടെന്ന് സോൺ ഷിഫ്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വണ്ടി എടുത്തിട്ട് പോകണം. താഴെ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്, മനസ്സിലായോ? അപ്പൊ വണ്ടി എടുത്ത് അത് മാത്രമല്ല, അതൊരു കവർ ആയിട്ട് ആക്ട് ആവുമല്ലോ മീൻ വൈൽ. അങ്ങനെയും പറയാം. ഓക്കെ, ഒരു വൈൽഡ് ഫ്രണ്ട് എൻട്രിക്ക് ശേഷം പിന്നെയും സ്കൗട്ടിങ് തുടങ്ങാൻ ഇതുവരെ ടാക്സി ബിൽഡിങ്ങിലോട്ട് ടാക്സി ബിൽഡിങ്ങിലേക്ക് ഒരു ടിവിയുടെ ഇനിഷ്യേഷൻ വരുന്നുണ്ട്. മീൻ ടിവിയുടെ ഇനിഷ്യേഷൻ ടാക്സി ബിൽഡിങ്ങിലോട്ട് വരുമ്പോൾ T47 ഫാർ എവേ ആണ്. ടിവി കുറച്ചും കൂടെ അഗ്രസീവ് ആവേണ്ട ടൈം അതിക്രമിച്ചിട്ടുണ്ടോ ഡൈനാമിക്? ഇല്ല, പറയട്ടെ, ഈ കസിനോട് ഈ ഏരിയ കുറച്ച് നിന്നിരുന്ന നല്ലതായിരുന്നു. അവിടെ ഉണ്ടല്ലയോ? ടിവി ഉണ്ട്. ഓക്കെ നിർത്തിയിട്ടുണ്ട്. ആദ്യമേ അവിടെയാണ് കയറിയത്. അവിടെ നിർത്തിയിട്ടുണ്ട്. ടി വി ആദ്യമേ അവിടെ തന്നെയാണ് കയറിയത്. എനിക്ക് തോന്നുന്നു എവിടെ അല്ല, എനിക്ക് തോന്നുന്നു എങ്ങോട്ട് സോൺ ഷിഫ്റ്റ് ആയാലും അവിടെ ഒരു ബ്ലോക്കിംഗ് ആൻഡ് എൻട്രിങ് മെക്കാനിസത്തിനുള്ളതെല്ലാം നമ്മുടെ ടി വി ചെയ്തു വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് വൈഡ് സ്പ്രെഡ് ആയിട്ടാണ് എങ്ങോട്ട് സോൺ ഷിഫ്റ്റ് വന്നാലും അവിടെ ഗാർഡ് ചെയ്യാൻ ഒരു ടീമിനെ ഓൾറെഡി തന്നെ ടി വി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മൾ കാണുന്നത്. ഓൺ ഫൂട്ട് നമ്മൾ അധികം ആരെയും കാണുന്നില്ല. ഈ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള T47 ആക്ച്വലി അതും ഒരു നല്ല ഐഡിയ ആണ്. നേരത്തെ ഡൈനു പറഞ്ഞതുപോലെ സോൺ ഷിഫ്റ്റ് വരുന്ന ടൈമിൽ ഫസ്റ്റ് നോൺ അഗ്രസീവ് സോൺ ആയിട്ടും സെക്കൻഡ് അഗ്രസീവ് സോൺ ആയിട്ടും കളിക്കാനായിരിക്കും അവരുടെ ഒരു പ്ലാൻ. ഇപ്പൊ രണ്ടുപേരും തോണി കയറിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും തോണി കയറിട്ടുണ്ട്. അതെ കുറുപ്പ് ഡോർക്കി ടാക്സി ബിൽഡിംഗ് കുറുപ്പും ഡോർക്കിയും ടാക്സി ബിൽഡിന്റെ ടോപ്പിലോട്ട് കയറി ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചു.
ടയർ ഈ പൊട്ടിച്ചിട്ടുണ്ടാകും തൊട്ട് ഫ്രണ്ടിൽ ഇവിടെ ഒരു ടീ ടയർ പൊട്ടിക്കാൻ വേണ്ടി മാത്രം കയറിയാണ് ടിവിയുടെ ജുഗ്രു അത് മറ്റേ ഇവൻ അഡ്വാൻസ് ചെയ്ത് ഗ്യാങ്കോ ആണെന്നോ? ഇൻഫോ എടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നത്. അഡ്വാൻറ്റേജ് ചെയ്ത് കയറി നിൽക്കുന്നുണ്ട്. അശ്വിനോപ്പിയുടെ ബാനൊക്കെ മാറിയതേ കളിക്കുന്നു. അശ്വിനോപ്പിക്ക് ബാൻ അല്ലേ? ഇതിനകത്ത് ക്യാമറ മോഡ് അടക്കം എടുത്ത് കളഞ്ഞു. അവന്റെ ബാൻ മാറ്റി, അവന്റെ സിറ്റിയിലുണ്ടായിരുന്ന ഇതിനകത്തൊന്നുമില്ല, മെയിൻ സിറ്റിയിലാണ് ഡ്രോൺ ഇല്ല, ക്യാമറ മോഡില്ല, എല്ലാം എടുത്ത് കളഞ്ഞു. ഡ്രോണൊക്കെ കൊടുക്കണല്ലേ ടർഫിന് ഇൻഫോ എടുത്ത് കളിക്കാൻ വേണ്ടി. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിറ്റിയിൽ കളിക്കാൻ ഒരു ഇതുണ്ടാവില്ലടാ. അടി കിട്ടുന്ന കുട്ടിക്ക്. അത് അതാ അഡ്വാൻറ്റേജ് ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഏതെങ്കിലും മുക്കിലിരുന്ന് ഡ്രോൺ അവൻ പിന്നീട് വന്ന് മാക്കാച്ചി കുത്തി അടുത്തടുത്തൊക്കെ സൗണ്ട് പോലും കേൾക്കത്തില്ല, കൂടെ എന്താ പറഞ്ഞാലും കേൾക്കത്തില്ല. ഇല്ല വാലോറിനകത്ത് സോവ സാധനം പിടിച്ചില്ല അതുമില്ല. കുരിശ് എന്നെ അനുഗ്രഹിക്കണം. ഒരു കോടിയാണോ സാലറി? ബ്ലഡ് ഡെവിന് ആഹാ പിന്നെ എങ്ങനെ ഈ ഫണ്ട് മേളൊന്നുമില്ല. അത് കാണാം. എനിക്ക് എന്തിനാ ടെൻഷൻ? ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ ആരുടെ കയ്യിലാണ് ഈ ടർഫെങ്കിലും നമ്മൾ അടിച്ചെടുക്കുക. നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലായി. ഇവിടുത്തെ ടർഫ് എങ്ങനെയാണ്, എങ്ങനെ വരും, അറ്റാക്കിംഗ് ആണോ ഡിഫെൻഡിംഗ് ആണോ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ഐഡിയ ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയണത്. ഇന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് ആരുടെ കയ്യിലാണെങ്കിലും നമ്മൾ അടിച്ചെടുക്കും. ഇത് ഡൈനാമിക് കേട്ടോ. ഇത് എങ്ങോട്ട് സോൺ പോകുന്ന ഒരു പിടുത്തവും ഇല്ലല്ലോടാ. കഴിയണം. എഴുതി തന്നെ ഞങ്ങൾ അടിച്ചിരിക്കും പഠിച്ചിട്ട് ആരും ആയിക്കോട്ടെ ഇല്ല കളിക്കട്ടെ. അവരുടെ നോക്കണേ, അവര് കളിക്കട്ടെ. എല്ലാരും ഇവിടെ തന്നെ അല്ലേ? ഈ ഒരു 3 ബിൽഡിംഗ് തന്നെ അവർ ഈ ഒരു 3 ബിൽഡിംഗ് ആണ് കളിക്കുന്നത്. സോൺ എത്ര എനിക്ക് തോന്നുന്നു ടിവിയുടെ പഴയ ഹോൾഡിംഗ് ബിൽഡിങ്സ് കുറച്ചും കൂടെ ഫെമിലിയർ ആയിരിക്കും ടിവിക്ക്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആകും എന്നുള്ളൊരു കണക്കൂട്ടലുകൾ കാരണമായിരിക്കും. അതെ സോണിപ്പോ വരും കേട്ടോ. സോണിപ്പോ വരെ 15 സെക്കൻഡ് നല്ല പാക്ഡ് 15 സെക്കൻഡ് സോൺ വരും കേട്ടോ. നല്ല പാക്ഡ് ഒരു ഏരിയ മാത്രമേ ഉള്ളൂ, ബാക്കി 3 ഏരിയ ഫ്രീ ആണ്. ഇങ്ങോട്ട് പോകുന്നറിയാം. എങ്ങോട്ട് പോകുന്നറിയാം. 8 സെക്കൻഡ് 7 സെക്കൻഡ്. അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സോണാണ്. 47 സോൺ ഞാൻ പറയട്ടെ, ടി.വി. അത് അറിഞ്ഞുകൊണ്ട് തന്നെ T47 താഴെ ബില്ലുണ്ടോ ടി.വി. അത് അഡ്വാൻസ് നിന്ന് കഴിഞ്ഞു. ഓൾറെഡി നിന്ന് കഴിഞ്ഞു. വരുവാണെങ്കിൽ ഇപ്പൊ എല്ലാത്തിനും കിട്ടും. അപ്പൊ ഞാൻ നാളേക്ക് വിവാദമായി. കാരണം എന്താ അറിയോ, ഇന്നലെ കേവിക്ക് അഡ്വാൻറ്റേജ്, കുറച്ചു മുമ്പ് ബെല്ലാരിക്ക് അഡ്വാൻറ്റേജ്, ഇപ്പൊ ടി.വി. അഡ്വാൻറ്റേജ്. പക്ഷേ അതിൽ അറ്റാക്കിംഗ് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 KVM ബെല്ലായും ഡിഫെൻഡിങ് ആയിരുന്നു. മനസ്സിലായോ? നമ്മൾ ഡെവലപ്പേഴ്സ് കോണം കൂടാൻ പോയി നോക്കാൻ മതി. നാളെ കരച്ചിലൊന്നും പക്ഷെ ഒരു കാര്യം ഉണ്ടാണ്, ഈ ഫസ്റ്റ് സോൺ അഡ്വാൻറ്റേജ് വരുന്നത് വലിയ കാര്യമൊന്നുമില്ല ആക്ച്വലി. അതും ശരിയാ. പ്രശ്നമുള്ള കാര്യമല്ല. ലൊക്കേഷൻ ഇനി മാറോടാ. അവന്മാരിപ്പോ പുഷ് ചെയ്യാൻ നിൽക്കണ കേട്ടോ. മനസ്സിലാക്കണം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്നിനൊന്നും മിച്ചമുള്ള ടീമുകളാണ്. രണ്ടുപേരും ായിരുന്നാലും ഓൾമോസ്റ്റ് ഈക്വൽ വരുന്ന ഇതിലൊരു കാര്യമുണ്ട്, ഇപ്പോഴുള്ള സോണിലില്ലേ ഏറ്റവും റബൽ ബിൽഡിംഗിലാണ് ഇവര് നിൽക്കുന്നത്, വണ്ടി കയറ്റിച്ചത്. അത് നല്ല അഡ്വാൻറ്റേജ് ഉള്ള ഒരു ബിൽഡിംഗ്. എന്തൊരു ബിൽഡിംഗ്? റബൽ ബിൽഡിംഗ്. ഇത് റെവലാണ്. ആ പേരൊന്നും പെട്ടെന്നൊന്നും മാറില്ല. പേരുണ്ടോ? ചന്ദ്രന്റെ ബിൽഡിംഗ് നമ്മള് പറഞ്ഞില്ലേ കൊറേ എപ്പോഴും കോള് ഇതാണ്. എനിക്ക് ഗ്രൗണ്ടിൽ ഷെഡ് തന്നാ മതി. ഡൈനാമിക് ബിൽഡിംഗ് ഇത്. ഡൈനാമിക് ബിൽഡിംഗ് ഇവിടെ തൊഴുത്ത് കെട്ടി തന്ന എനിക്ക് ചന്ദ്രന്റെ ബിൽഡിംഗ്, റെവൽ ബിൽഡിംഗ്. ഈവൻ ഓപ്പോസിറ്റ് അത് ടി.വി. മാത്രമല്ല സ്കോള് പറഞ്ഞോണ്ടിരുന്നത്. ഈവൻ ഓപ്പോസിറ്റ് കളിക്കുന്നവർ പോലും പറഞ്ഞോണ്ടിരുന്നത് അങ്ങനെയാണ്. മനസ്സിലായി? ചന്ദ്രന്റെ ബിൽഡിംഗ്, റെവൽ ബിൽഡിംഗ്. ഇത് ഡോർക്കി കടി കിട്ടണോടാ. ഡോർക്കി നൈസ് കവർ കൊടുക്കുന്നുണ്ട്. നീലനും കുറുക്കൂടെ കവർ എത്തിയിട്ടുണ്ട് ഓൾറെഡി. ടോർക്കിക്ക് അശ്വിനോപ്പിക്ക് നല്ല അടി കിട്ടുന്നുണ്ട്. അവനെ പിക്ക് ചെയ്തേട്ടാ. പിക്ക് ചെയ്തേ. കറക്റ്റ് സമയത്ത് പിക്ക് ചെയ്തേ.
ആക്ച്വലി പുഷ് എടുത്ത് ടാക്സി ബിൽഡിംഗ് അവര് ഏകദേശം ടാക്സി ബിൽഡിംഗ് അവർ എടുത്തടാ. ഇവിടെ ടാക്സി ബിൽഡിംഗ് നമ്മൾ കൺട്രോൾ അല്ലായിരുന്നു. റബൽ ബിൽഡിംഗ് അടി കിട്ടും. അവർക്ക് ആകെ അടിക്കാൻ പറ്റിയത് ആ പക്ഷേ എനിക്ക് ഈ ബിൽഡിങ്സ് വിട്ടുകൊടുക്കുന്ന മണ്ടത്തരമാണ്. എപിയുടെ കോളോ പറ്റത്തിൽ പറയുന്നുണ്ടോ? ഒറ്റ പുഷല്ലേ അതായിരിക്കും. അയ്യോ എപിയുടെ അലപ്പ വേണ്ട. അയ്യോ അങ്ങോട്ട് പോണ്ട. അല്ല ഇതിപ്പം സംഭവം എന്ന് പറഞ്ഞാലേ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, രണ്ട് ഗ്യാങ്ങും ഒരേപോലെ ഗൺ പവറിൽ ബലാബലം ആയതുകൊണ്ട് ഈ കോർഡിനേഷൻ, സിനർജി ആൻഡ് ടാക്ടിക്സ് ഇത് മൂന്നും പിന്നെ കുറച്ച് ലക്കും ഇത്രയാണ് ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അങ്ങോട്ട് പോകുമ്പോ ആളെ കാണുന്നില്ലല്ലോ. ഇതിപ്പോ സോണ് മാറി. അടുത്ത സോൺ 12 മിനിറ്റ് അടുത്ത സോൺ വരും. ഇനി കളി മാറി. ഇനി ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടി വി കയറിയില്ലല്ലോ. ടാക്സി കേട്ടാ അല്ല അവിടെ ടാക്സി കയറി. രണ്ടുപേരും ഗൺ പവറിൽ ഈക്വൽ ആയതുകൊണ്ട് ഇത് എത്രാമത്തെ വട്ടമാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ? കോർഡിനേഷൻ ഒക്കെ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സ്നൈപ്പിന് അടിയിടുന്നത്. സ്നൈപ്പിന് നല്ല അടി കിട്ടണം. പ്രശ്നം പറ്റി. അവർ ടേക്ക് കവർ ചെയ്തല്ലോ. രായന്റെ ബിൽഡിംഗ് ടേക്ക് കവർ ചെയ്തു. ടാക്സി ബിൽഡിംഗ് ടേക്ക് കവർ ചെയ്തു. ഓ ജുഗ്രു ജുഗ്രു അങ്ങോട്ട് ട്രൈഡ് അല്ലല്ല ഒരു ജുഗ്രു അല്ല അങ്ങോട്ടും ഇങ്ങോട്ടല്ല. എടുത്തല്ല. മോബി ഡൗണ്. നീല എടുത്ത് വീണ്ടും ട്രൈഡ്. ഇവിടെ കുത്തിച്ച് ഡോർക്കിനെടുത്ത് എന്റെ പൊന്നു മക്കളെ ക്ലിക്ക് അവരാ. അതാരെ ഫ്ലിക്ക് അറിയാ? അല്ല അടിച്ചു അടിക്കും അതിന്റെ പെതുക്കടിക്കും കുഴപ്പമില്ല. ഐഡി മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വയ്യ പറ്റില്ല. മറ്റേ സാധനം ഓണാക്കിയില്ലേ? ഓ ബ്രാവയ്ക്ക് നല്ല അടി കേട്ടാ. ഇല്ല ചെയ്തില്ല ഇതിപ്പോ നമ്മളെ കറങ്ങും മിക്കവാറും അവര്. ഇതിപ്പോ നമ്മളെ കറങ്ങും മിക്കവാറും. ആ അതെ 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 അതെ. 2 വണ്ടി ബാക്ക് വരും നമ്മുടെ. അടുത്ത വണ്ടി എത്തിയല്ല. ഓ ബ്രാവയ്ക്ക് നല്ല അടി കിട്ടിയടാ. ബ്രാവയ്ക്ക് കിട്ടി. നല്ല അമ്മര് കറങ്ങി. ജൂഡ് ഓ അതെ ജൂഡിന് വണ്ടി വേണം. ജൂഡിന് വണ്ടി വേണം. തൊട്ട് ബാക്ക് കണ്ടില്ലേ ഫ്ലിക്കിനെ? എടാ ജൂഡിന് നല്ല കിട്ടിയടാ. ജൂഡിന് വേറെ സൈഡിൽ നിന്ന് കിട്ടിയടാ. ജൂഡ് ഫ്രണ്ടില്. ഓ എടാ അല്ല അതിന് പകരം നോക്കുക. ലെഫ്റ്റ് ആംഗിൾ സെപ്പറേറ്റ് കുത്തുക. റൈറ്റ് വിറ്റാനും പറ്റൂല. റൈറ്റ് ബ്ലോക്ക് ചെയ്തവര്. ജൂഡ് 1 HP. ജൂഡ് അയ്യോ സാവേജ് വീണടാ. ഒന്നും കണ്ടില്ല ഞാൻ. ഒന്നും കണ്ടില്ല. മനസ്സിലായി. നൈസ് പുഷ് ചെയ്തെടുത്ത. ടിവി ഓൾറൗണ്ട് ആണ്. ഐ തിങ്ക് ടിവി കഴിഞ്ഞില്ലേ? ഓൾറൗണ്ട് ആയില്ലേ? നൈസ് ആയിട്ട് കളിച്ചു. നമ്മൾ ഇവിടെ സ്പ്ലിറ്റ് അപ്പ് ആയി പോയി. ഇവിടെ ഇവിടെ കുറെ പേര് നമുക്ക് പൊസിഷൻ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ടർഫ് ഡിഫെൻഡ് ചെയ്തിട്ട് പ്രഷർ വാട്ട് പ്രഷർ എന്നൊക്കെ ചോദിക്കണം. ഡിഫെൻഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചോദിച്ചു വരികയാണെങ്കിൽ മറ്റേ 22 vs 29 എടുത്ത് വായിക്കാത്തോട്ട് വെച്ച് തിരുവി തരത്തുള്ളൂ കേട്ടോ. അതും പറഞ്ഞോണ്ട് ഏതെങ്കിലും പട്ടിത്തിട്ടം എന്റെ അടുത്ത് വന്ന അതും പറഞ്ഞ എന്റെ അടുത്ത് ഡിഫെൻഡ് ചെയ്തിരുന്നിട്ട് മറ്റേ പട്ടിത്തിട്ടം കൊണ്ട് വന്നിട്ട് എന്റെ അടുത്ത് വരല്ലേ. അതെന്റെ അടുത്ത് പറഞ്ഞോണ്ട് വരല്ലേ. അതെനിക്ക് കേൾക്കുമ്പോ എന്തോ പോലെയാണ്. മനസ്സിലായ? മറ്റേ ഡിഫെൻഡ് ചെയ്തിരുന്നിട്ട് അറ്റാക്ക് പോലും അല്ല, ഡിഫെൻഡ് ചെയ്തിരുന്നിട്ട് അതും കൊണ്ട് എന്റെ അടുത്ത് വരല്ലേ. അത് മാത്രം എന്റെ അടുത്ത് കൊണ്ട് വരല്ലേ. അത് അത്രേ പറയുള്ളൂ, വേറെ ഒന്നുമില്ല. ഡിഫെൻഡ് ചെയ്തിട്ട് നീയൊക്കെ അങ്ങനത്തെ വർത്താനം പറഞ്ഞു വരാനാണെങ്കിൽ അവിടെ നിന്ന് നിന്റെയൊക്കെ കരച്ചിൽ എന്നുള്ള രീതിയിൽ ഞാൻ കേൾക്കുകയുള്ളൂ. അല്ലാതെ മറ്റേ അറ്റാക്ക് ചെയ്തെടുത്തായിരുന്നേ പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞേനെ, വെൽ പ്ലേഡ് എന്തെങ്കിലും പറഞ്ഞേനെ. മനസ്സിലായേ? വാർച്ചാറ്റ് നോക്കട്ടെ. പെട്രോൾ പീറ്റർ ഹാക്കിന് പിടിച്ച് മുണ്ടച്ചുവൻ 1 PVP ബാൻ കിട്ടിയ തന്തയില്ലാത്തവൻ. PVP ബാൻ കിട്ടിയവൻ
ആക്കിന് പിടിച്ചാനൊക്കെ എളുപ്പല്ലേ ഈസി അല്ലേ ഈ PvP ബാൻ കിട്ടിയ തന്തയില്ലാത്ത തള്ളയൊളികളൊന്നും മെയിൻ സെർവറുകളിൽ കളിപ്പിക്കരുത്. അതാണ് ബേസിക് കൊണ്ടുവരേണ്ട ഏറ്റവും വലിയ റൂള്, മനസ്സിലായ? അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെർവറിൽ PvP ബാൻ കിട്ടിയ തന്തയില്ലാത്ത തള്ളയൊളികൾക്ക് ഒരിക്കലും നല്ല റെപ്യൂട്ടഡ് സെർവറിൽ കളിക്കാനുള്ള ഇത് കൊടുക്കരുത്. അതാണ് ഏറ്റവും ചെയ്യേണ്ട മെയിൻ കാര്യം. സീനില്ല അതൊന്നും സീനില്ല, നമുക്ക് അടിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ഫസ്റ്റ് ടർഫ് അറ്റാക്കിങ്, മനസ്സിലായ? അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ അതിന്റെ അപ്പുറത്ത് വേറൊന്നുമില്ല. ടർഫ് അല്ലേ, ഇന്നും നാളെയൊക്കെ വരും, ഇഷ്ടം പോലെ വരും. അറ്റാക്കിങ്ങും ഡിഫെൻഡിങ്ങും എല്ലാം നന്നായിട്ട് വരും, മനസ്സിലായ? അവര് നൈസായിട്ട് കളിച്ച്. ഓക്കെ ബ്രോ, എന്നെ അല്ലല്ലോ അവരെ പോയി അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് കണ്ട ഇങ്ങനത്തെ കുണ്ണുകളൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് മനസ്സിലായ? എനിക്ക് താല്പര്യമില്ല. അവര് നാട്ടിൽ കളിച്ചെങ്കിൽ അവർക്ക് കൊള്ളാം. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇത് പോയിട്ട് ഓണപ്പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ ടർഫ് തിരിച്ച് എപ്പോഴാണോ അടിച്ചെടുക്കാൻ പറ്റുന്നത് അത് തിരിച്ചടിച്ച് ഞാൻ ഇവിടെ കൊണ്ടുതരും. 100% ഞാൻ ഉറപ്പ് തരാം. കാരണം എൻ്റെ ഗ്യാങ്ങിന്റെ പേര് ഏതാ ഈ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്, മനസ്സിലായി? അതാണ്, അല്ലാതെ അല്ല. നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് റോൾസ് കൂടെ നോക്കിയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയോ TMC ഡൂഡ്? ഇല്ലടാ, ഫ്രസ്ട്രേഷൻ ഇല്ല. കാരണം ഇപ്പം ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് എപ്പോഴാന്ന് പറയട്ടെ. ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മര്യാദയ്ക്ക് ഈ പറയണത് പോലെ ഊമ്പിത്തരം ഒന്നുമില്ല, DNS ഇല്ല, ഹാക്ക് ഇല്ല, അങ്ങനത്തെ ഒന്നും ഇല്ലാതെ നമ്മൾ 15 പേര് അങ്ങനെ കളിക്കുന്നു. അതിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരും അതേപോലെ കളിക്കുന്നു. അങ്ങനെ കളിച്ചിട്ട് എൻ്റെ ടീം വീഴുമ്പോൾ എനിക്ക് ഫ്രസ്ട്രേഷൻ വരും, ഒബ്വിയസ്ലി വരും. പക്ഷെ ഈ ഹാക്ക് ഇട്ട് പിടിച്ച കുണ്ണുങ്ങളെ, പിന്നെ മറ്റേ DNS മുമ്പുന്നവനെയും അവനൊക്കെ എതിരെ ഒരു കളി ഇല്ലെങ്കിൽ ഒരു ടർഫിലെ അറ്റാക്കിങ് ഞാൻ തോറ്റു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫ്രസ്ട്രേറ്റഡ് ആവത്തില്ല, മനസ്സിലായോ? അങ്ങനെ ആ കാര്യത്തിൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആവത്തില്ല, അതേ ഉള്ളൂ, മനസ്സിലായി? വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് TMCയുടെ കൂടെ. താന്ത വാ നമുക്ക് ബാക്കി ഇവിടെ കാണാം. ഇതൊന്ന് കണ്ടു നോക്കണേ. T47 ഫാൻസ്. അതെ എടാ, ഇവനൊക്കെ ടർഫ് ഡിഫെൻഡ് ചെയ്തിട്ട് ഇജാതി മെസ്സ് അടിക്കല്ലേ ബ്രോ എൻ്റെ അടുത്ത്, പ്ലീസ്. ഞാൻ അതേ എനിക്ക് പറയുള്ളൂ, ഇജാതി മെസ്സ് അടിക്കല്ലേ. ടർഫ് ഡിഫെൻഡ് ചെയ്തിട്ട് ഇജാതി മെസ്സ് അടിക്കല്ലേ. തോറ്റ് മാസറക്കാതെ ജയിച്ചിട്ട് മാസറക്ക് ബ്രോ. അയ്യോ കണ്ടില്ലായിരുന്നോ? ഒരു സെക്കൻഡ്. ഇവിടെ കേറിയിട്ട് ഈഗിൾ ഗെയിമിംഗ് അടിക്കണം. അന്നേരം ഒരു ഇത് വരും, അന്നേരം താണ്ഡവം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വരും. ഫസ്റ്റ് വീഡിയോ ജയിച്ചിട്ടിട്ടതാണ്, മനസ്സിലായ? ഇത് ജയിച്ചിട്ടിട്ടതാണ്, തന്തയില്ലാത്തവനെ. അല്ലാതെ ഞാൻ തോറ്റിട്ടിട്ടതല്ല, മനസ്സിലായ? ഇത് ജയിച്ചിട്ടിട്ട വീഡിയോ ആണ്. 26,000 പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട്, 4,000 പേര് കമന്റ്, 3,000 പേര് കമന്റ് അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? നീ ഒന്ന് കണ്ടിട്ട് വന്നൂടെ? അതും 20 vs 29 മനസ്സിലായേ? അപ്പൊ അതും വെച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് മറ്റേ ടർഫ് ഡിഫെൻഡ് ചെയ്തതിന്റെ പേരിൽ മറ്റേ ആള് കളിക്കാൻ വരരുത് എൻ്റെ അടുത്ത്. എന്നാ ഇതൊന്ന് കണ്ടു നോക്കിയേ, കാണാം. TV റീബിൽഡ് ചെയ്തതിനു ശേഷം ഒരു വാറാണ് നമ്മൾ തോറ്റവന്മാരെ പറക്കിയിട്ട് അവന്മാർ ഇനി ജീവിതത്തിൽ തൊടാത്ത രീതിയിൽ അടിച്ചിട്ടുണ്ട്, മനസ്സിലായ? ആദ്യത്തെ ടർഫാ. ഇവിടെ 3 ഗ്യാങ്സ് അറ്റാക്ക് ചെയ്തു, 3 അറ്റാക്കിംഗ് ഗ്യാങ്സും തോറ്റു, മനസ്സിലായ? ഇവിടുത്തെ ടർഫ് മെക്കാനിസം എല്ലാവരും പഠിക്കണുള്ളൂ. ആദ്യത്തെ ടർഫാണ്, ഫസ്റ്റ് ടർഫാണ് ഇവിടുത്തെ ടർഫ് മെക്കാനിസം. ബാക്കിയുള്ള 3 ഡിഫെൻഡിങ് ടീമാണ് ജയിച്ചത്, 3 പേരും. 3 ടർഫ് കഴിഞ്ഞിപ്പോ ഓൾറെഡി. ഈ 3 ടർഫും ഡിഫെൻഡിങ് ടീമാണ് ജയിച്ചത്, മനസ്സിലായ? ഞങ്ങൾക്ക് ടൈമുണ്ട്, ഞങ്ങൾ അടിച്ചെടുത്ത് തരുന്നതിന്റെ അന്ന് നീ ഇവിടെ വരണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ നീയൊക്കെ അങ്ങ് പറയോ ജയിക്കണം എന്നങ്ങ് പറയാ. നീ അപ്പൊ ഇന്ത്യ കളിക്കാൻ പോകുന്ന സമയത്ത് നീയൊക്കെ ജയിച്ചിട്ട് വാളാ കുണ്ണേന്ന് പറഞ്ഞ ധോണിക്ക് മെസ്സേജ് അയക്കോ പുണ്ടച്ചു മനെ നീ.